സലീം മാലിക് കൂടിയുണ്ട്. സലീം, ഇതിൽ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നത്. അതിൽ LDFന്റെ തന്നെ പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടുന്നു, കൂടാതെ AY കാർഡുകൾ അതിന്റെ എണ്ണം ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ അതിദരിദ്രരല്ലേ? എങ്ങനെയാണ് പെട്ടെന്ന് ഈ കണക്ക് ചുരുങ്ങിയത് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. MP രാജേഷ് പറയുന്നത് ദാരിദ്ര്യമല്ല അതിദാരിദ്ര്യം, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെയാണ് ആ വ്യത്യാസം നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നത്. അതിദരിദ്രം എന്നത് എടുത്തെടുത്ത് പറയുകയും ചെയ്യുന്നു. അതെങ്ങനെയാണ് ഇതിനെ സർക്കാർ വിശദീകരിക്കുന്നത്? കൂടാതെ സാമൂഹ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടാകുന്നു. ആശാ വർക്കർമാരെ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണല്ലോ സാമൂഹ്യ പ്രവർത്തകർ വിമർശിക്കുന്നത്, മാനദണ്ഡത്തെ ചോദ്യം ചെയ്യുന്നത്. അനുജ, ഈ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന സർക്കാരിന്റെ അവകാശവാദത്തെ പ്രതിപക്ഷവും ഒപ്പം തന്നെ ചില സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ചോദ്യം ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനമായി അവർ ഉയർത്തുന്ന ചോദ്യം ഈ അതിദരിദ്രരില്ല എന്ന് കണ്ടെത്തുന്നത് ഏത് മാനദണ്ഡ പ്രകാരമാണ് എന്നുള്ളതാണ്. 62,000 പേരെയാണ് ആ പട്ടികയിൽ ഉൾപ്പെടുത്തി അവരെല്ലാവരും അതിദരിദ്രരല്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സർക്കാരിന്റെ കണക്ക്. അതിനെ മറ്റ് ചില കണക്കുകളും LDFന്റെ തന്നെ പ്രകടന പത്രികയും ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസും UDFും പ്രതിരോധിക്കുന്നത്. CPIMന്റെ പ്രകടന പത്രിക പ്രകാരം 2021 4.5 ലക്ഷം പേരായിരുന്നു അതിദരിദ്ര പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിദരിദ്രരായും പരമദരിദ്രരായുമുള്ള 4.5 ലക്ഷം പേർക്ക് ഉള്ള സേവനങ്ങൾ നൽകുമെന്നുള്ളതായിരുന്നു പ്രകടന പത്രിക. ആ 4.5 ലക്ഷം എന്ന കണക്ക് എങ്ങനെയാണ് 62,000 ചുരുങ്ങിയത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. മാത്രമല്ല, അതിന്റെ മാനദണ്ഡം ഏത് നിലയിലാണ്, അതിദരിദ്രരും പരമദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. ഭക്ഷണം, പാർപ്പിടം തുടങ്ങിയവ ഇല്ലാത്തവരെയാണോ അതിദരിദ്രരായി കണക്കാക്കുന്നത്? അതല്ല മറ്റേതെങ്കിലും മാനദണ്ഡമുണ്ടോ? ഈ 62,000 പേരെ മാത്രം തിരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഉയർത്തുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഏതൊക്കെ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചത്, അതിൽ ഏതൊക്കെ നിലയിലാണ് ഈ പഞ്ചായത്തുകളുമായും ഒപ്പം തന്നെ മറ്റു തലത്തിലും കോർപ്പറേഷനും നഗരസഭകളുമായും ഒക്കെ ബന്ധപ്പെടുത്തിയത് എന്നുകൂടി ചോദിക്കുന്നുണ്ട്. ഇതിൽ ആരൊക്കെയാണ് ആ പ്രക്രിയയുടെ ഭാഗമായത് എന്നുകൂടി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയാൽ നിലവിൽ സംസ്ഥാനത്ത് ഈ കേന്ദ്രം AIY കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാർ സഹായം നൽകുന്നുണ്ട്. ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയാൽ ആ സഹായം പോലും ഇല്ലാതാകും എന്നുള്ള വിമർശനം ചിലർ ഉയർത്തി കാണിക്കുന്നുണ്ട്. അതുകൂടി ഈ സർക്കാർ പരിഗണിക്കണം. അത്തരത്തിലുള്ള സഹായം തുടരുകയും ചെയ്യുമോ? ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയും ആ സഹായം തുടരുന്ന സാഹചര്യം ഉണ്ടാകുമോ? അതല്ല കേന്ദ്രത്തിൽ നിന്ന് ആ സഹായം നിൽക്കുമോ? ഈ റേഷൻ കാർഡ് ഉടമകൾക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായം പോലും ഇല്ലാതാകുന്നത് മാത്രമാകും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. വലിയ വിമർശനം പ്രതിപക്ഷം അതുമായി ബന്ധപ്പെട്ട ഉയർത്തുന്നത്. കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം പണിയുകയാണ് സർക്കാർ. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള PR വർക്ക് മാത്രമാണ് ഇത് എന്നുള്ളതും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുന്ന ചെപ്പടി വിദ്യയാണ് ഈ സർക്കാർ ചെയ്യുന്നത് എന്ന് പറയുന്ന പ്രതിപക്ഷം നേരത്തെ തന്നെ AK ആന്റണിയുടെ കാലത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചെന്നും അത് ഏത് നിലയിലാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്നത് എന്നും പറയുന്നു. മാത്രമല്ല, ആദിവാസികൾ, കേരളത്തിൽ ആകെ ഉള്ള ആദിവാസികൾ 1.5 ലക്ഷത്തിലധികം കുടുംബങ്ങളും 4 ലക്ഷത്തിലധികം ആദിവാസികളും കേരളത്തിലുണ്ട്. അവരെ ഏത് ഗണത്തിലാണ് സർക്കാർ പെടുത്തിയിരിക്കുന്നത്? ആ പട്ടികയിൽ ഇപ്പോഴുള്ള അതിദരിദ്രരായ 62,000 പേരിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള വിവിധ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, സൂപ്പർ താരങ്ങൾ, നാളെ പങ്കെടുക്കുന്ന സൂപ്പർ താരങ്ങളോട് ഈ പരിപാടിയിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും ബഹുമാനം ഉണ്ടാകും. പക്ഷേ ആ സൂപ്പർ താരങ്ങൾ പങ്കെടുക്കരുത് എന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. അനുജ, അതെ, അങ്ങനെ കണക്കുകൾ ഉയർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ ഇന്ന് മന്ത്രി MP രാജേഷ് ഇതിന് മറുപടിയുമായി ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.